ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ക്ലാസ് 9 ചാപ്റ്റർ 1 സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടനയിൽ നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയാണ് നോക്കുന്നത്. അപ്പോൾ റദർഫോർഡിൻ്റെ ആറ്റം മോഡൽ, ആറ്റം മാതൃകയുടെ പരിമിതികൾ, ലിമിറ്റേഷൻസ് ഓവർകം ചെയ്ത് പരിഹരിക്കുന്നതിനായി ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ പ്രൊപ്പോസ് ചെയ്ത ആറ്റം മാതൃകയാണ് ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. അത് 1913. അപ്പോൾ ഈ ബോർ ആറ്റം മോഡലിൻ്റെ മെയിൻ കൺസെപ്റ്റ്സ്, പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ്. അപ്പോൾ സെൻട്രൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഓർബിറ്റുകളുണ്ട്. ഈ ഓർബിറ്റിൽ ആണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ഈ ഓർബിറ്റിൽ ഇരുന്നാണ് ആര് കറങ്ങുന്നത്? ഇലക്ട്രോൺസ് കറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റുകളിൽ ഇരുന്നാണ് ആര് കറങ്ങുന്നത്? ഇലക്ട്രോൺസ് കറങ്ങുന്നത്. അപ്പോൾ ഓരോ ഇലക്ട്രോൺസിനും ഓരോ ഫിക്സഡ് ഓർബിറ്റുകളുണ്ട്. ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദർശനം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. Electrons in each orbit have definite energy. So, orbits are also known as energy levels. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്, ഒരു നിശ്ചിത എനർജി ഉണ്ട്. അതുകൊണ്ട് ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ, എനർജി ലെവൽസ് എന്നാണ് പറയുന്നത്. ആസ് ലോങ് ആസ് ദി ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്, ദെയർ എനർജി ഡസ് നോട്ട് ചേഞ്ച്. എത്ര സമയം വേണേലും ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഈ ഓർബിറ്റിൽ ഇരുന്ന് കറങ്ങും. അവരുടെ എനർജിക്ക് ഒരു മാറ്റവും, ഊർജത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഓർബിറ്റുകളെ സ്റ്റേഷനറി എനർജി ലെവൽസ്, സ്ഥിരോർജ്ജ നിലകളെന്നും അറിയപ്പെടുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഒരു മാറ്റവും ഊർജ്ജത്തിന് സംഭവിക്കുന്നില്ല ഇലക്ട്രോണിൻ്റെ. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ്ജ നിലകളെന്ന് അറിയപ്പെടുന്നു. The energy of the orbit increases as the distance from the nucleus increases. ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും ഓർബിറ്റിൻ്റെ എനർജി, ഊർജവും കൂടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു. എനർജി ഈസ് എമിറ്റഡ് വെൻ ദി ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി. ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയുള്ള ഓർബിറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് എനർജി എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോവുകയാണെങ്കിൽ എനർജി എന്താ ചെയ്യുന്നു? അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഹയർ എനർജി, ഉയർന്ന ഊർജമുള്ള ഓർബിറ്റിൽ നിന്ന് കുറഞ്ഞ ഊർജമുള്ള ഓർബിറ്റിലേക്ക് പോകുമ്പോൾ എനർജി എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുകയാണ്, പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ലോവർ എനർജി, കുറഞ്ഞ എനർജിയുള്ള ഓർബിറ്റിൽ നിന്ന് ഹയർ എനർജിയുള്ള ഓർബിറ്റിലേക്ക്, ഉയർന്ന ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കുമ്പോൾ, ഇലക്ട്രോൺ മാറുമ്പോഴത്തേക്ക് അവിടെ ഊർജം ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയൊക്കെ എന്ത് മാറുമ്പോഴാണ് ഈ ഊർജം പുറന്തള്ളപ്പെടുന്നത്? ഇലക്ട്രോൺ ഷിഫ്റ്റ്, ഇലക്ട്രോൺ കൈമാറുമ്പോഴാണ് അവിടെ ഊർജം വെളിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ലോവർ എനർജി, കുറഞ്ഞ എനർജി ഉള്ള ഓർബിറ്റിൽ നിന്ന് ഹയർ എനർജി ഉള്ള ഓർബിറ്റിലേക്ക് പോകുമ്പോഴാണ്, ഇലക്ട്രോൺസ് കൈമാറുമ്പോഴാണ് അവിടെ ഊർജം ആഗിരണം ചെയ്യപ്പെടുന്നത്, അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഓർബിറ്റ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഗിവിങ് നമ്പേഴ്സ് 1 2 3 4 5 എക്സെട്ര. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റുകളാണ്. അപ്പോൾ ഈ ഓരോ ഓർബിറ്റുകളിനെ 1 2, പിന്നെ ഓർബിറ്റുകളുണ്ടെങ്കിൽ അതിന് 3 4 5 അങ്ങനെ എക്സെട്ര നമുക്ക് അങ്ങനെ സൂചിപ്പിക്കാവുന്നതാണ് ഓർബിറ്റുകളെ. ഇൻ ദി സ്റ്റഡീസ് ദാറ്റ് ഫോളോഡ്, ഓർബിറ്റ്സ് വെർ ഓൾസോ കോൾഡ് ഷെൽ. നമ്മൾ പറഞ്ഞ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റുകളാണ്. ഈ ഓർബിറ്റുകളെ നമുക്ക് എന്തെന്നും വിളിക്കാം? ഷെല്ലുകളെന്നും വിളിക്കാം. ദി എനർജി ലെവൽസ് 1 2 3 4 എക്സെട്ര. നമ്മൾ എനർജി ലെവൽസിന് 1 2 3 നമ്പേഴ്സിൽ നമ്മൾ 1 2 3 4 എന്നാണ് പറയുന്നത്. ഷെല്ലാകുമ്പോഴത്തേക്ക് അവരെ നമ്മൾ KLMNO എന്ന് പറയും. കെ തൊട്ട് തുടങ്ങും, KLMNO, അങ്ങനെയാണ് നമ്മൾ തുടർച്ചയായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹൈ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക്, ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞത്? ഇലക്ട്രോൺ കൈമാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു, എനർജി എമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ ലോവർ എനർജി കെയ്ക്കാണ്, ഹൈ എനർജി ഒയ്ക്കാണ്. പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ കേസ് കെയും ഒയും. അപ്പോൾ ഹയർ എനർജി ഒയ്ക്കാണ്. ഒയിൽ നിന്ന് ഇലക്ട്രോൺസിനെ അകത്തേക്ക് ലോവർ എനർജി ലെവൽസിലേക്ക് കൊടുക്കുമ്പോൾ
ഊർജ്ജം കുറവുള്ള ഓർബിറ്റുകളിലേക്ക് കൊടുക്കുമ്പോൾ എനർജി ഊർജ്ജം പുറത്തേക്ക് വിടുന്നു, എനർജി എമിറ്റ് ചെയ്യുന്നു. ഇനി ലോവർ എനർജിയുള്ള കുറഞ്ഞ ഊർജ്ജമുള്ള ഓർബിറ്റിൽ നിന്ന് ഹയർ എനർജിയുള്ള ഓർബിറ്റിലേക്ക്, ഊർജ്ജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ കൈമാറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ഊർജ്ജം ആഗിരണം ചെയ്യുന്നു, അബ്സോർബ് ചെയ്യപ്പെടുന്നു എനർജി. അറ്റോമിക് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോണിനെയൊക്കെ പറ്റി പഠിച്ചു. അവർ ആറ്റത്തിൽ സ്ഥാനം എവിടെ, പൊസിഷൻ എവിടെയെന്നാണ് ഇനി എഴുതുന്നത്. ചാർജ്, അവരുടെ മാസ്, പ്രാക്ടിക്കൽ യൂസിൽ അവരുടെ മാസ് എന്താണ്, പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ആറ്റങ്ങളുടെ മാസ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് യുവിലാണ്. ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് യൂണിഫൈഡ് അറ്റോമിക മാസ് യൂണിറ്റ് യു. അപ്പോൾ ആദ്യം നോക്കാം. കണത്തിൻ്റെ പേര് പ്രോട്ടോൺ. ആറ്റത്തിലെ സ്ഥാനം ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ കാണപ്പെടുന്നത്. ചാർജ് പോസിറ്റീവാണ്. മാസ് 1.00727 യു. യു എന്ന് പറയുന്നത് യൂണിഫൈഡ് അറ്റോമിക മാസ് യൂണിറ്റ് ആണ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് 1U ആണ്. ഇലക്ട്രോണ് ഓർബിറ്റിലാണ് കാണപ്പെടുന്നത്. ചാർജ് നെഗറ്റീവാണ്. മാസ് 0.00054 യു. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് 0 ആണ്. ഇലക്ട്രോണിന് പ്രായോഗിക ആവശ്യങ്ങൾ നോക്കുമ്പോൾ അവർ പ്രാക്ടിക്കൽ യൂസിൽ മാസ് 0 ആണ്. ന്യൂട്രോണ് ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ന്യൂട്രോണ് ചാർജ് ഇല്ല, ചാർജ്ലെസ് ആണ്. മാസ് 1.00866 യു ആണ് ന്യൂട്രോണിൻ്റെ മാസ്. പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മാസ് 1U ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണിൻ്റെയും പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അവരുടെ മാസ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോണിൻ്റെ 0യുമാണ്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോൺ ചാർജ് ലെസ് ആണ്, ചാർജ് ഇല്ലാത്തവയാണ്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ഇലക്ട്രോൺ ഓർബിറ്റിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ദി മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് 1/1837 പാർട്ട് ഓഫ് ദി മാസ് ഓഫ് എ പ്രോട്ടോൺ. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗമാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗമാണ്. അത് ഓർത്തോണം. അപ്പോൾ നമ്മൾ വിവിധ തരം ആറ്റം മാതൃകകളെ, ആറ്റം മോഡൽസിനെ പറ്റി പരിചയപ്പെട്ടു അല്ലേ. ഇപ്പോൾ രസതന്ത്രത്തിൽ പല ആശയങ്ങളും ലളിതവൽക്കരിക്കുന്നതിന് ഈ ആറ്റം മാതൃകകൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർ പിന്നീടും ധാരാളം ആറ്റം മാതൃകകൾ, ആറ്റം മോഡൽസൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് നമ്മൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ താഴത്ത് നോക്കാം. സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ. വിച്ച് ഓഫ് ദം ആർ റിലേറ്റഡ് ടു J.J. തോംസൺ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ J.J. തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. പ്രൊപ്പോസ് ദി ഐഡിയ ഓഫ് ദി ഓർബിറ്റ് ആണോ? അല്ല. J.J. തോംസൻ്റെ മോഡൽ ഏതാണ്? പ്ലം പുഡിംഗ് മോഡൽ. അപ്പോൾ അതിനകത്ത് ഓർബിറ്റിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. അതെ, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ന്യൂട്രോണെ കണ്ടെത്തി. ഇല്ല, അദ്ദേഹമല്ല ന്യൂട്രോണെ കണ്ടെത്തിയത്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോണെ കണ്ടെത്തിയത്. ഇലക്ട്രോണിനെ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. പ്രൊപ്പോസ് ദി പ്ലം പുഡിംഗ് മോഡൽ. യെസ്, അദ്ദേഹമാണ് പ്ലം പുഡിംഗ് മോഡൽ മുന്നോട്ട് കൊണ്ടുവന്നത്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് J.J. തോംസൺ ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, ഇലക്ട്രോണിനെ കണ്ടെത്തി, അതുപോലെ തന്നെ പ്ലം പുഡിംഗ് മോഡൽ മുന്നോട്ട് വെച്ചത് J.J. തോംസൺ ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. നീൽസ് ബോർ ആറ്റം മോഡലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതുപോലെ തന്നെ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത്. ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റിലാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ആറ്റങ്ങളുടെ മാസിനെ സ്റ്റേറ്റ് ചെയ്യുന്നത് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്